ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ട്രിക്ട് ആൻഡ് PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏതൊരു മത്സര പരീക്ഷ എടുത്താലും അതിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. എന്നാൽ പലരെയും സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം എന്ന് പലർക്കും അറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, അല്ലാത്ത കുറേ ടോപ്പിക്സ് ഉണ്ട്. എല്ലാം നമ്മൾ പഠിക്കണം. എങ്കിലും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ഒരു 100% PSC എക്സാമുകളിൽ ആവർത്തിക്കുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. അത്തരത്തിലൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ടോപ്പിക്കിലേക്ക് പോവാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോൺകോഡ്, അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. നമ്മൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തായാലും സബ്ജക്റ്റും വെർബും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സബ്ജക്റ്റും ഈ വെർബും തമ്മിൽ എപ്പോഴും ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ കോൺകോഡ് എന്ന് പറഞ്ഞാൽ തന്നെ എഗ്രിമെൻറ്റ്. ഈ വേർഡ് സിനോണിം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഈ കോൺകോഡിൻ്റെ സിനോണിം തന്നെ എഗ്രിമെൻ്റ് എന്നുണ്ട്, അതുപോലെ തന്നെ ഹാർമണി എന്നുണ്ട്, യൂണിയൻ എന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ കോൺകോഡിൻ്റെ സിനോണിമാണ്. ഈ കോൺകോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിസ്കോഡ്. ഡിസ്കോഡ് എന്ന് വെച്ചാൽ ഡിസ്പ്യൂട്ട്, കോറൽ, വഴക്കെന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ സബ്ജക്റ്റും വെർബും ഉണ്ടാവും. ഇവർ തമ്മിൽ എപ്പോഴും ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. എന്താണ് എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ, ഇതാ ഇവിടെ നോക്കേ, ഈ സെൻറ്റൻസ് പരിശോധിച്ചാൽ ഇവിടെ ഹി എന്ന് പറയുന്ന, ഇപ്പം ഹി ഈസ് റീഡിങ് എ നോവൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്കറിയാം ഒന്നേ ഉള്ളൂ. കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ, സിംഗുലറാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ ഹിയുടെ കൂടെ ആർ എന്നൊരു വെർബ് ചേർത്താൽ ചേരുമോ? ഇല്ല. കാരണം ആർ എന്ന് പറയുന്ന വെർബ് പ്ലൂറലാണ് ആണല്ലോ. അപ്പം നേരെ മറിച്ച് ഈസ് എന്ന് പറയുന്ന ഒരു സിംഗുലർ വെർബ് കൊടുത്താൽ ചേരും. അതിനർത്ഥം സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴും സിംഗുലർ വെർബേ വരുത്തുള്ളൂ. സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് ഓൺലി സിംഗുലർ വെർബ്. അതുപോലെ ഇവിടെ ദേ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. നമുക്കറിയാം ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്, ഒന്നിലധികമുണ്ട്, അത് പ്ലൂറലാണ്. ഇതിൻ്റെ കൂടെ ഈസ് എന്നൊരു വെർബ് കൊടുത്താൽ ചേരുമോ? ചേരത്തില്ല. നേരെ മറിച്ച് ആർ എന്ന വെർബ് കൊടുത്താൽ ചേരും. കാരണം ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്, അതുകൊണ്ട് അതിൻ്റെ വെർബും പ്ലൂറലായിരിക്കണം. അപ്പം എന്താണ് എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്, വെരി സിമ്പിൾ. സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് ഓൺലി സിംഗുലർ വെർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് ഓൺലി പ്ലൂറൽ വെർബ്. ഇതാണ് എഗ്രിമെൻറ്റ്. പഠിച്ചു വെച്ചോണം. എപ്പോഴും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന കാലത്തോളം ഈ എഗ്രിമെൻ്റ് എപ്പോഴും മനസ്സിലുണ്ടാവണം. സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം സിംഗുലർ വെർബ് മാത്രമേ വരൂ, പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം പ്ലൂറൽ വെർബ് മാത്രമേ വരൂ. ഇതെപ്പോഴും മനസ്സിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് എന്ന സിംഗുലർ വെർബ് കൊടുത്തത്. അതുപോലെ തന്നെ ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ ആർ എന്ന വെർബ് കൊടുത്തത്. ക്ലിയർ ആണല്ലോ? ഇതെപ്പോഴും മനസ്സിരിക്കണം. അപ്പം കോൺകോഡ് മറക്കണ്ട. സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് പ്ലൂറൽ വെർബ്. ക്ലിയർ ആണല്ലോ? നമ്മൾ മറ്റു പല ടോപ്പിക്സിലേക്ക് പോകുമ്പോഴും ഇതെപ്പോഴും ഒരു ബേസ് ആയിട്ടുണ്ടാകും. കാരണം ഇത് എപ്പോഴും പല ടോപ്പിക്സിലും നമ്മൾ അറിയേണ്ട ഒരു ഫാക്ടറാണിത്, ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ചോദിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫില്ല് ചെയ്യാൻ ചോദിക്കും. കൂടുതലും സബ്ജക്റ്റ് തന്നിട്ട് വേർബ് ഫില്ല് ചെയ്യാനാണ് ചോദിക്കുന്നത്. 2 പറയുന്നത് സെൻറ്റൻസ് കറക്ഷനാണ്. അപ്പോൾ ഈ എറർ കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന സമയത്ത് പല ഭാഗത്തും, അത് സബ്ജക്റ്റിൻ്റെ ഭാഗത്തോ വേർബിൻ്റെ ഭാഗത്തോ എവിടെ വേണമെങ്കിലും എറർ വരാം. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ തരുന്ന സമയത്ത് സബ്ജക്റ്റ് ചോദ്യത്തിൽ ഉണ്ടാകും, നമ്മൾ വേർബ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന വേർബിൽ സിംഗുലർ വേർബും ഉണ്ടാകും, പ്ലൂറൽ വെർബും ഉണ്ടാകും. പക്ഷെ നമ്മളിൽ പലർക്കും അതുപോലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ ആദ്യം നമുക്ക് ആ വേർബ്സിൽ വരുന്ന സിംഗുലർ പ്ലൂറൽ ഏതൊക്കെയാണെന്ന് പഠിക്കാം. റെഡിയാണല്ലോ? ഇവിടെ നോക്കേ, ഇപ്പം ഈസ് എന്നൊരു വേർബ് ഉണ്ട്. നമുക്കറിയാം ഈസ് എന്ന് പറയുന്ന വെർബ് തന്നാൽ അത് സിംഗുലറാണ്. ആ ഈസിൻ്റെ പ്ലൂറൽ വേർബാണ് ആറ്. എന്തായാലും ഈസാണ് ഉത്തരവെങ്കിൽ ആറും ഓപ്ഷനിലുണ്ടാകും. അപ്പം ഈസ് സിംഗുലർ, ആറ് പ്ലൂറൽ. അതുപോലെ വാസ് സിംഗുലറാണ്.
വാസ് സിംഗുലറാ, അതിൻ്റെ പ്ലൂറൽ ഫോമാണ് വെയർ. വാസിൻ്റെ പ്ലൂറലാണ് വെയർ. അതുപോലെ ഹാസ് സിംഗുലറാ, ഹാസ് എന്നൊരു വേർബ് ഉണ്ടെങ്കിൽ അത് സിംഗുലറാ, അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഹാവ്. ഹാസിൻ്റെ പ്ലൂറലാണ് ഹാവ്. അതുപോലെ ഡസ്, ഡസ് സിംഗുലറാ, അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഡു. ആദ്യം 4 4 8 പേരെ മനസ്സിലാക്കുക. അപ്പം ഈസ് സിംഗുലർ ആണെങ്കിൽ ആറ് പ്ലൂറല, വാസ് സിംഗുലർ ആണെങ്കിൽ വെയർ പ്ലൂറല, ഹാസ് സിംഗുലർ ആണെങ്കിൽ ഹാവ് പ്ലൂറല, ഡസ് സിംഗുലർ ആണെങ്കിൽ ഡു ആണ് പ്ലൂറൽ. ഇത് മനസ്സിലുണ്ടല്ലോ. ഇനി നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നോക്കേണ്ടത്, നമ്മൾ ഈ ലെക്സിക്കൽ വേർബിൻ്റെ പ്രസൻറ്റ് ഫോം, ബേസ് ഫോം, അത് എളുപ്പത്തിൽ നമ്മൾ V1 ഫോം എന്ന് പറയും. ഇത് എഴുതുന്ന സമയത്ത് ഈ ബേസ് ഫോമിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർത്തിട്ടുണ്ടെങ്കിൽ, ബേസ് ഫോമിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർത്തെഴുതുകയാണെങ്കിൽ അത് സിംഗുലറാണ്. എന്ന് വെച്ചാൽ ബേസ് ഫോമിനകത്ത് ഡസ് ചേർക്കുമ്പോഴാണ് എസ് ഓർ എസ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ബേസ് ഫോമിനകത്ത് ഡസ് ചേർക്കുമ്പോഴാണ് എസ് ഓർ എസ് വരുന്നത്. അതിനകത്ത് ഡസ് സിംഗുലർ അല്ലേ. അപ്പം ബേസ് ഫോമിൻ്റെ കൂടെ എസ് ഓർ എസ് ചേർത്താൽ അത് സിംഗുലറാണ്. നേരെ മറിച്ച് V1 ഫോം, അതായത് ബേസ് ഫോം അതുപോലെ എഴുതിയാൽ അത് പ്ലൂറലാണ്. ബേസ് ഫോം അതുപോലെ എഴുതിയാൽ അത് പ്ലൂറലാണ്. കാരണം അതിനകത്ത് ഡു ആ ചേർക്കുന്നത്. ഡു ചേർക്കുമ്പോൾ ബേസ് ഫോമിൻ്റെ സൈഡിൽ എസ് ഓർ എസ് വരില്ല. ഉദാഹരണം പറഞ്ഞാൽ റൈറ്റ് എന്ന വെർബിൻ്റെ കൂടെ എസ് ചേർത്ത് റൈറ്റ്സ് എന്ന് എഴുതിയാൽ അത് സിംഗുലറാണ്. അല്ലെങ്കിൽ ഗോ എന്ന വെർബിൻ്റെ കൂടെ ES ചേർത്ത് ഗോസ് എന്ന് എഴുതിയാൽ അത് സിംഗുലറാണ്. ഇപ്പോൾ റീഡ് എന്ന വെർബിൻ്റെ കൂടെ എസ് ചേർത്ത് റീഡ്സ് എന്ന് എഴുതിയാൽ അത് സിംഗുലറാണ്. പ്ലേ എന്ന വെർബിൻ്റെ കൂടെ എസ് ചേർത്ത് പ്ലേസ് എന്ന് എഴുതിയാൽ അത് സിംഗുലറാണ്. നേരെ മറിച്ച് റൈറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ, ഗോ എന്ന് മാത്രം പറഞ്ഞാൽ, പ്ലേ എന്ന് മാത്രം പറഞ്ഞാൽ അത് പ്ലൂറലാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇത്രയും വേർബ്സിനും സിംഗുലർ പ്ലൂറൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് ഓപ്ഷനിൽ വരാൻ പോസിബിലിറ്റി കൂടുതലാണ്. എന്നാൽ ഇപ്പോൾ ഡിഡ് എടുക്കുന്നു, ഡിഡ്, അതുപോലെ ഹാഡ് എടുക്കുന്നു. സിംഗുലർ പ്ലൂറൽ വ്യത്യാസം ഇല്ല. സിംഗുലർ പ്ലൂറൽ വ്യത്യാസം ഇല്ല. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും ഡിഡും ഉപയോഗിക്കാം, ഹാഡും ഉപയോഗിക്കാം. അതുപോലെ ആം, ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് ആര്? ആം. അവിടെ നിന്ന് ഈ പറഞ്ഞ പ്രശ്നമില്ല. നമ്മൾ മോഡൽ ഓക്സിലറി എടുക്കുന്നു, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, ഇതൊക്കെ എടുത്താലും അതിനൊന്നും സിംഗുലർ പ്ലൂറൽ വ്യത്യാസം ഇല്ല. പക്ഷെ നീഡും ഡെയറും വരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അത് മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കാം. മറ്റുള്ള ഇപ്പം വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഇങ്ങനെയുള്ള മോഡൽസിനൊന്നും സിംഗുലർ പ്ലൂറൽ വ്യത്യാസം ഇല്ല. അപ്പം നമ്മളിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സിംഗുലർ പ്ലൂറൽ ഉള്ള വേർബ്സ് അത് തിരിയാൻ പാടില്ല. അപ്പം ഈസ് സിംഗുലർ ആണെങ്കിൽ ആറ് പ്ലൂറൽ, വാസ് സിംഗുലർ വെയർ പ്ലൂറൽ, ഹാസ് സിംഗുലർ ഹാവ് പ്ലൂറൽ, ഡസ് സിംഗുലർ ഡു പ്ലൂറൽ. ബേസ് ഫോമിൻ്റെ കൂടെ V1 ഫോമിൻ്റെ കൂടെ എസ് ഓർ എസ് ചേർത്താൽ സിംഗുലർ, എസ് ഓർ എസ് ഇല്ലെങ്കിലോ പ്ലൂറൽ. അപ്പം ഇവിടുന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമുണ്ട്. ഈ സിംഗുലർ വേർബിൻ്റെ അറ്റത്തെല്ലാം എസ് ഉണ്ടല്ലോ. അപ്പം എസ് കിടക്കുന്ന വേർബ് എല്ലാം സിംഗുലർ ആണെന്ന് ഓർത്താൽ മതി. ഇപ്പം ഈസ്, വാസ്, ഹാസ്, ഡസിൻ്റെ എല്ലാം എൻഡിൽ ആരുണ്ട്? എസ് ഉണ്ട്. ക്ലിയർ ആണോ? അത് ഓർക്കാൻ ഒരു എളുപ്പവഴി. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഹി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്. ആരൊക്കെയാ? ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്. ഇത് സിംഗുലറാണ്. അപ്പം ഇതിൻ്റെ കൂടെ സിംഗുലർ വെർബ് ചേർത്താൽ മതിയല്ലോ. അപ്പം ഹി സബ്ജക്റ്റ് ആയിട്ട് വന്നാലും ഷീ സബ്ജക്റ്റ് ആയിട്ട് വന്നാലും ഇറ്റ്, ദിസ്, ദാറ്റ്, ഇതിലേത് സബ്ജക്റ്റ് ആയിട്ട് വന്നാലും ഏത് വേർബ് കൊടുത്താൽ മതി? സിംഗുലർ വേർബ് കൊടുത്താൽ മതി. അതേ സ്ഥാനത്ത് വി, യു, ദേ, ദീസ്, ദോസ്. ആരൊക്കെ? വി, യു, ദേ, ദീസ്, ദോസ്. ഇതിലേത് സബ്ജക്റ്റ് ആയിട്ട് വന്നാലും അത് പ്ലൂറലാണ്. അതുകൊണ്ട് ഏത് വേർബാണ് കൊടുക്കേണ്ടത്? പ്ലൂറൽ വേർബ് കൊടുക്കണം. ഇപ്പം ദേ സബ്ജക്റ്റാ, അല്ലെങ്കിൽ യു സബ്ജക്റ്റാ, അല്ലെങ്കിൽ വി ആണ് സബ്ജക്റ്റ്. ദീസ് ഉണ്ട്, ദോസ് ഉണ്ട്. അപ്പം ഇതൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അത് പ്ലൂറലാണ്. അതുകൊണ്ട് വേർബ് ആരെ കൊടുക്കാം? പ്ലൂറൽ വേർബ് കൊടുക്കാം. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാളാണല്ലോ ഐ. പലർക്കും ഡൗട്ടുള്ള ഐ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഐ എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളെ ഉള്ളെങ്കിലും ഐ നോർമലി യൂസ് ചെയ്യുന്ന പ്ലൂറലായിട്ടാണ്. ഐ നോർമലി യൂസ് ചെയ്യുന്നത് പ്ലൂറലായിട്ടാണ്. എന്നാൽ എക്സെപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഐ ഹാവ് എ ബുക്ക് എന്ന് പറയുന്നു. ഐ ഹാവ് എ ബുക്ക്. ഇവിടെ ഐയുടെ കൂടെ നമ്മൾ ഹാവ് എന്ന പ്ലൂറൽ വേർബല്ലേ ചേർത്തത്. അപ്പം ഐ യൂസ് ചെയ്തിരിക്കുന്ന പ്ലൂറലായിട്ടാണ്. ഐ ഹാസ് എന്ന് പറയില്ലല്ലോ. ഐ ഡു മൈ വർക്ക് എന്ന് പറയുന്നു. ഐ ഡസ് എന്ന് പറയുമോ? ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ?
അപ്പൊ ഐയുടെ കൂടെ നോർമലി വരുന്നത് ആരാണ്? പ്ലൂറൽ വേർബ്. എന്നാൽ എക്സെപ്ഷൻ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ പറയുന്നു ഐ ആം എ സ്റ്റുഡൻറ്. ഐ ആം എ സ്റ്റുഡൻറ്. ഇവിടെ ഐയുടെ കൂടെ നമ്മൾ ആം അല്ലേ ചേർത്തത്. അവിടെ ഈസും എടുത്തിട്ടില്ല, ആറും എടുത്തിട്ടില്ല. ഐയുടെ കൂടെ ആം ആണ്. ഐയുടെ കൂടെ മാത്രം വരുന്ന ഒരാളാണ് ആം. എന്നാൽ ഇതിന്റെ പാസ്റ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് ഐ വാസ് എ സ്റ്റുഡൻറ്. എങ്ങനെ എഴുതുന്നത്? ഐ വാസ് എ സ്റ്റുഡൻറ്. ഐ വേറെ നല്ല എഴുതിയത്. അപ്പൊ നോർമലി ഐയുടെ കൂടെ വാസ് അല്ലേ വരുന്നത്. എന്നാൽ വേറെ വരും. അത് അൺറിയൽ കണ്ടീഷൻ പറയുന്ന സമയത്ത് അത് ഐ എന്നല്ല, ഹി ആണെങ്കിലും ഷി ആണെങ്കിലും ഒക്കെ നമ്മൾ വേറെ കൊടുക്കും. പക്ഷെ നോർമലി ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന ഇവിടെ വോസ് ആണ്, വേറല്ല. അപ്പൊ ആമും വോസും ഒഴിച്ചാൽ നമുക്ക് ഐയുടെ കൂടെ ഏത് വെർബ് കൊടുക്കാം? പ്ലൂറൽ വെർബ് കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പൊ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോ. ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ് സിംഗുലറാ. വി, യു, ദേ, ദീസ്, ദോസ് പ്ലൂറലാ. അത് ഓക്കെ ആണല്ലോ. ഐ സിംഗിൾ, ഐ ഒന്നേ ഉള്ളെങ്കിലും ഐ യൂസ് ചെയ്യുന്ന പ്ലൂറലായിട്ടാ, പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. ആമും വോസും വരുന്നിടത്താണ് ഈ എക്സെപ്ഷൻ. അത് മാറിയാൽ ഐയുടെ കൂടെ പ്ലൂറൽ വെർബ്. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഇത്രയും നമ്മൾ പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷനാണ്, ബേസ്. എന്താണ് കോൺകോഡ് എന്നുള്ളൊരു ബേസ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേർബ് കൊടുക്കണമെങ്കിൽ മുൻപിൽ നിൽക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയണം. ഇപ്പോൾ ഒരു സിംഗിൾ നൗണോ ഒരു പ്രോനൗണോ ഒക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. നേരെ മറിച്ച് ചില ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വരുമ്പോൾ ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്തില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന ഉത്തരം മാറിപ്പോകും. അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കുറച്ച് റൂൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ സത്യത്തിൽ ഈ ടോപ്പിക്ക് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ മറക്കാൻ അതിനേക്കാളും എളുപ്പമാണ്. അപ്പോൾ ഇത് മറക്കാതിരിക്കണമെങ്കിൽ പ്രാക്ടീസ്. നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നതിനനുസരിച്ച് കൃത്യമായിട്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മറക്കത്തില്ല. അത് ഏത് ടോപ്പിക്കും അങ്ങനെയാണ്. പഠിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം അർത്ഥമില്ല. പഠിക്കുന്നതിനനുസരിച്ച് കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ എക്സാമിന് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് നമ്മുടെ കോൺകോഡ്. എല്ലാ എക്സാമുകൾക്കും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ റൂൾസിലേക്ക് പോവാണ്. ഞാനിവിടെ റൂൾസ് പഠിപ്പിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ റൂളിലെയും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ റൂളിലേക്ക് പോകുന്നത്. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ റൂളിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഒന്ന് നോക്കേ. ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഗോൺ ടു തിയേറ്റർ. ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഗോൺ ടു തിയേറ്റർ. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഞാനിവിടെ 2 സിംഗുലർ വേർബും ഇട്ടിട്ടുണ്ട്, 2 പ്ലൂറൽ വേർബും ഇട്ടിട്ടുണ്ട്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇപ്പം നമുക്ക് സിംഗുലർ ആണ് ഉത്തരമെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് 2 സിംഗുലർ ഉണ്ട്, ഒന്നല്ലേ ഉത്തരമായിട്ട് വരൂ. അപ്പം മറ്റത് എന്തുകൊണ്ട് വന്നില്ല എന്നും കൂടി നമുക്ക് അവിടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം ഒന്നാമത്തെ റൂളുമാണ് ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഗോൺ ടു തിയേറ്റർ. നമ്മളിവിടെ നോക്കുമ്പോൾ ജോൺ എന്ന് പറയുന്ന ഒരു നൗണുണ്ട്, അതിൻ്റെ കൂടെ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന മറ്റൊരു നൗണുണ്ട്. അപ്പം 2 കാറ്റഗറി നൗൺസ് അവിടെ ഉണ്ടല്ലോ. ഇതിന് നമ്മൾ ആൻഡ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ഉപയോഗിച്ചാൽ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ആരെ ഉപയോഗിച്ചാൽ? ആൻഡ്. അപ്പോൾ ഒന്നാമത്തെ റൂള് വളരെ ഇമ്പോർട്ടൻ്റ് റൂളാണ്. 2 അതിലധികമോ നൗണുകളെയോ പ്രോനൗണുകളെയോ, 2 അതിലധികമോ നൗണുകളെയോ പ്രോനൗണുകളെയോ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലി ആ സബ്ജക്റ്റ് പ്ലൂറലാണ്. നോർമലി ആ സബ്ജക്റ്റ് പ്ലൂറലാണ്. അപ്പം അതിൻ്റെ വേർബും ആരായിരിക്കണം? പ്ലൂറലായിരിക്കണം. വെൻ 2 or more nouns or pronouns are connected by and, the subject is normally plural, so the verb will be plural. ഇവിടെ നോക്കേ, 2 നൗൺ ഉണ്ട്, ജോൺ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഈ 2 നൗണുകളെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്തിരിക്കല്ലേ. അപ്പൊ ആ സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്ന് മനസ്സിലായല്ലോ. എങ്കിൽ അതിന്റെ വേർബും ആരായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. നമ്മൾ നോക്കുമ്പോൾ ഹാസ് എന്തായാലും വരത്തില്ല, ഈസ് എന്തായാലും വരത്തില്ല, പിന്നെ ഹാവ് ഉണ്ട്, ആർ ഉണ്ട്. ഇതിലേത് പ്ലൂറൽ ചേർക്കണമെന്നല്ലേ സംശയം. ഇവിടെ ഡാഷ് കഴിഞ്ഞ് ഗോൺ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഗോ എന്ന വേർബിന്റെ V3 ഫോമാണ് ഗോൺ. പാസ്റ്റ് പാർട്ടിസിൽ ഫോം ആണല്ലോ ഗോൺ. അപ്പൊ ഈ V3 ഫോം വരുന്ന സമയത്ത് V3 ഫോമിന്റെ മുമ്പിൽ നമുക്ക് ശ്രദ്ധിക്കണം, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഉണ്ട്. അത് പ്രസന്റ് പെർഫെക്റ്റ് ആക്റ്റീവിൽ ഉപയോഗിക്കുന്നതാ. ഹാസ് ഓർ ഹാവ് പ്ലസ് V3.
അതേ സ്ഥാനത്ത് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് V3 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈസ് ആർ ആം പ്ലസ് V3 അത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവിൽ ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഹാവ് ഉത്തരമായിട്ട് കൊടുക്കണമെങ്കിൽ സെന്റൻസ് ആക്റ്റീവിലായിരിക്കണം, ആർ ഉത്തരമായിട്ട് കൊടുക്കണമെങ്കിൽ സെന്റൻസ് പാസീവിലായിരിക്കണം. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നവന് ആൻസർ എടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പം. പ്രവൃത്തി ചെയ്യുന്ന ആള് തന്നെ മുന്നിൽ സബ്ജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവാണ്. ഇപ്പൊ ഈ സെന്റൻസിന്റെ അർത്ഥം ജോണും അവന്റെ സുഹൃത്തുക്കളും തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടെന്ന. അപ്പൊ അവര് തന്നെയല്ലേ പോയത്. അപ്പം പ്രവൃത്തി ചെയ്ത ആള് തന്നെ സബ്ജക്റ്റ് ആയിട്ടുണ്ടല്ലോ, എങ്കിൽ അത് ആക്റ്റീവ് വോയിസാ. ഇവിടെ ഉത്തരമായിട്ട് ഹാവേ വരൂ, ഒരിക്കലും ആറ് വരില്ല. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ പെട്ടെന്ന് കിട്ടും നമുക്ക്. അപ്പം ഇവിടെ ആക്റ്റീവ് വോയിസിലായതുകൊണ്ടാണ് ഹാവ് വന്നത്. ആറ് വരാഞ്ഞ കാര്യം പാസീവിലാണെങ്കിലേ നമുക്ക് അവിടെ ആറ് കൊടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇപ്പൊ ഗോ എന്ന വേർബിന്റെ V3 ഫോം ഉണ്ടല്ലോ, ഗോൺ. ഗോ ഒരു ഇൻട്രാൻസിറ്റീവ് വേർബാണ്. ഇൻട്രാൻസിറ്റീവ് വേർബ് ഒരിക്കലും പാസീവിൽ ഉപയോഗിക്കാറില്ല, അത് ആക്റ്റീവിലേ നിൽക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു ബോധ്യം മനസ്സിലുള്ളവനും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? അപ്പൊ റൂള് മറക്കണ്ട, ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ 2 or more nouns or pronouns are connected by and. രണ്ട് വരാം, രണ്ടിലധികം. ആൻഡിന്റെ പ്രത്യേകത എത്ര വേണമെങ്കിലും ചേർക്കാം. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ നോർമലി ആ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, അതിന്റെ വേർബും ആരായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്, നോക്കേ. യു, ഹി ആൻഡ് ഐ, മൂന്ന് പ്രോനൗൺ ഉണ്ട്. യു, ഹി ആൻഡ് ഐ ഡാഷ് റൈറ്റിംഗ് ദ എക്സാം. ഇവിടെ ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ആം ഉണ്ട്. ഇപ്പൊ ഒരാൾ പെട്ടെന്ന് ഐ കണ്ടുകൊണ്ട് ആം എഴുതി വെച്ചാൽ ശരിയാവോ? കാരണം ഇവിടെ മൂന്ന് പ്രോനൗൺ ഉണ്ട്, ഒന്നല്ല. യു ഉണ്ട്, ഹി ഉണ്ട്, ഐ ഉണ്ട്. ഈ മൂന്ന് പേരെയും കൂടി നമ്മൾ ആൻഡ് ഉപയോഗിച്ചല്ലേ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ആ സബ്ജക്റ്റ് പ്ലൂറലാ, അതുകൊണ്ട് ഏത് വേർബേ കൊടുക്കാൻ പറ്റൂ? പ്ലൂറൽ വേർബ്. അപ്പൊ കറക്റ്റ് ഉത്തരം ആറാണ്. അവിടെ ആം എഴുതിയാൽ ശരിയാവോ? ഇല്ല. ക്ലിയർ ആണോ? എന്നാൽ നമ്മൾ ഈ പഠിച്ച ഒന്നാമത്തെ റൂളിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് നൗണുകളെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്തു. രണ്ട് നൗണുകളെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്തു. എന്നാൽ അത് ഒറ്റ ആശയത്തെയോ ഒറ്റ വസ്തുവിനെയോ ഒറ്റ വ്യക്തിയെയോ ആണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വേർബ് സിംഗുലർ ആയിരിക്കും. അത് അതിലൊരു എക്സെപ്ഷൻ ആണ്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇപ്പൊ രണ്ട് നൗൺ ഉണ്ട്, രണ്ടിൽ കൂടുതൽ വരില്ല, രണ്ട് നൗൺ. അത് ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്തു. നമ്മൾ ആദ്യം പഠിച്ചത് സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കുന്ന. പക്ഷേ ഇഫ് ഇറ്റ് ഡിനോട്ട്സ് എ സിംഗിൾ ഐഡിയ, ആ രണ്ട് നൗണും ഡിനോട്ട് ചെയ്യുന്ന ഐഡിയ ഒന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എ സിംഗിൾ പേഴ്സൺ, ആ രണ്ട് നൗണും ഡിനോട്ട് ചെയ്യുന്ന വ്യക്തി ഒരാളെ ഉള്ളൂ. ഒരു സിംഗിൾ ഒബ്ജക്റ്റ്, ആ രണ്ട് നൗണും ഡിനോട്ട് ചെയ്യുന്ന വസ്തു ഒന്നേ ഉള്ളെങ്കിൽ അതിന്റെ വേർബ് സിംഗുലറാ. അതിന്റെ വേർബ് സിംഗുലറാ. അത് പ്രത്യേകം പഠിക്കണം. ഇതാ നോക്കേ. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദി റൈസ്. ഒരു ചോദ്യം, എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടൊരു ചോദ്യം. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദി. ഇവിടെ സ്ലോ എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്, അതുപോലെ സ്റ്റഡി എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്. രണ്ട് നൗൺ ഉണ്ടല്ലോ, സ്ലോ ആൻഡ് സ്റ്റഡി. നമ്മൾ നോക്കുമ്പോൾ ആൻഡ് കൊണ്ടല്ലേ കണക്ട് ചെയ്തത്. പക്ഷേ ഈ രണ്ട് നൗണും ഡിനോട്ട് ചെയ്യുന്ന ഐഡിയ ഒന്നേ ഉള്ളൂ. ഈ രണ്ട് നൗണും സൂചിപ്പിക്കുന്ന ഐഡിയ, നമ്മൾ മലയാളത്തിൽ പറയില്ലേ പയ്യെ തിന്നാൽ പനയും തിന്ന. ഐഡിയ ഒന്നേ ഉള്ളെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ ആൻസർ വിൻസ് ആണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് എന്ന്. അതുപോലെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ടൈം ആൻഡ് ടൈഡ്. ടൈം ആൻഡ് ടൈഡ് ഡാഷ് ഫോർ നോ മാൻ. ടൈം ആൻഡ് ടൈഡ് ഡാഷ് ഫോർ നോ മാൻ. അവിടെ വെയിറ്റുമുണ്ട് വെയിറ്റ്സുമുണ്ട്. വെയിറ്റുമുണ്ട് വെയിറ്റ്സുമുണ്ട് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ടൈം ഉണ്ട് ടൈഡ് ഉണ്ട്, രണ്ട് വ്യത്യസ്ത നൗണാ. പക്ഷേ രണ്ട് നൗണും ഡിനോട്ട് ചെയ്യുന്ന ഐഡിയ ഒന്നേ ഉള്ളൂ, നഷ്ടപ്പെടുന്ന സമയം. ഐഡിയ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ വേർബ് സിംഗുലറാണ്. അപ്പം കറക്റ്റ് ആൻസർ വെയിറ്റ്സ് ആണ്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. അതുപോലെ എക്സാമിന് ചോദിച്ചുള്ള ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം ടു മാൻ. ഇവിടെ ബ്രിങ്സ് ആണ്. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ബ്രിങ്സ് വിസ്ഡം. അപ്പം ഇവിടെയൊക്കെ ഐഡിയ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ആശയത്തെ കാണിച്ചാൽ അതിൻ്റെ വേർബ് സിംഗുലർ ആയിരിക്കണം. ക്ലിയർ ആണോ? അതുപോലെ ഇതാ നോക്കേ. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെ? ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ നോക്കുമ്പോൾ അവിടെ രണ്ട് നൗൺ ഉണ്ടല്ലോ, ബ്രെഡ് ഉണ്ട് ബട്ടർ ഉണ്ട്. എൻ്റർലി ടു ഡിഫറെൻറ്റ് നൗൺസ്. ബ്രെഡ് വേറെ ബട്ടർ വേറെ. പക്ഷേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുക. ഈ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഒരുമിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്ന.
പോയിന്റ് ശ്രദ്ധിക്കണം. രണ്ട് നൗണുകളെ എടുത്ത് വെച്ചാൽ പോരാ. രണ്ട് നൗണുകളെയും ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പോയിന്റ് അതാണ്, യൂസ്ഡ് ടുഗദർ എങ്ങനെ ഉപയോഗിക്കണം? ഒരുമിച്ച് ഉപയോഗിക്കണം. അപ്പൊ ഈ രണ്ട് നൗണുകളെയും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അത് ഒറ്റ വസ്തുവായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ വേർബ് എന്തായിരിക്കണം? സിംഗുലർ. അപ്പം ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. നേരെ മറിച്ച് ബ്രെഡും ബട്ടറും എവിടെ വന്നാലും സിംഗുലർ ആണെന്നാണോ? അല്ല. എക്സാമിന് മാറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു, ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സോൾഡ് ഇൻ ദ ഷോപ്പ്. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തന്നു, ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സോൾഡ് ഇൻ ദ ഷോപ്പ്. അവിടെ ഈസ് ആണോ ആറാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ കടയിൽ വിൽക്കുന്നത് ഒരുമിച്ചല്ല, അവിടെ ബ്രെഡ് വേറെ ബട്ടർ വേറെ. അപ്പൊ അവിടെ രണ്ട് വസ്തുവാ, അവിടെ ആറാണ് ആൻസർ. പറഞ്ഞ പോയിന്റ് മനസ്സിലായി? അപ്പോൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് വെർബ് സിംഗുലർ. ദ ഹോർസ് ആൻഡ് കാരിയജ് ഡാഷ് അറ്റ് ദി ഡോർ എന്ന് പറയുന്നു. ദ ഹോർസ് ആൻഡ് കാരിയജ് ഡാഷ് അറ്റ് ദി ഡോർ. അവിടെ കുതിരവണ്ടിയാ ഡോറിനടുത്ത് എത്തിയത്. അപ്പൊ അവിടെ എന്തേ പറയൂ? ഈസ്. പെൻ ആൻഡ് ഇങ്ക് ഡാഷ് യൂസ്ഡ് ടു റൈറ്റ് ഇറ്റ്. പേനയും ഇങ്ക് ഒരുമിച്ചല്ല യൂസ് ചെയ്യുന്ന, അപ്പം വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഒറ്റ വസ്തുവിനെ കാണിച്ചാൽ അതിന്റെ വെർബ് സിംഗുലർ. ക്ലിയർ ആണോ? അതുപോലെ മൈ ഫാദർ ആൻഡ് ടീച്ചർ ഡാഷ് റീച്ച്ഡ് ഹിയർ. മൈ ഫാദർ ആൻഡ് ടീച്ചർ ഡാഷ് റീച്ച്ഡ് ഹിയർ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫാദർ എന്ന നൗൺ ഉണ്ട്, ടീച്ചർ എന്ന നൗൺ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഫാദറും ടീച്ചറും ഒരാളാ. എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ ടീച്ചറും. അപ്പൊ രണ്ട് നൗണും ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെ കറക്റ്റ് ഉത്തരം ഹാസ് ആണ്. മൈ ഫാദർ ആൻഡ് ടീച്ചർ ഹാസ് റീച്ച്ഡ്. മൈ ഫാദർ ആൻഡ് ടീച്ചർ ഹാസ് റീച്ച്ഡ്. കാരണം രണ്ട് നൗണും ഡിനോട്ട് ചെയ്യുന്ന വ്യക്തി ഒരാളാണ്. ഇപ്പൊ ഇങ്ങനെ തരുന്നു, ദ പോയറ്റ് ആൻഡ് ആക്ടർ ഡാഷ് കമ്മിങ്. ഇവിടെ ഈസ് ഉണ്ട്, ആറുണ്ട്. എങ്ങനെ? ദ പോയറ്റ് ആൻഡ് ആക്ടർ ഡാഷ് കമ്മിങ്. ഈസ് ഉണ്ട്, ആറുണ്ട്. ഇവിടെ പോയറ്റ് എന്ന് പറഞ്ഞ നൗണും ആക്ടർ എന്ന് പറഞ്ഞ നൗണും ഒരാളെയാ, രണ്ടുപേരില്ല. ആ പോയറ്റ് തന്നെയാണ് ആക്ടർ. അപ്പൊ രണ്ടും ഒരാളെ തന്നെ സൂചിപ്പിക്കുന്നത് കൊണ്ട് വേർബ് സിംഗുലറാ. അപ്പൊ ഇവിടെ ആൻസർ ഈസാ. ക്ലിയർ ആണോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നും. ഇപ്പൊ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഇതിപ്പോ ഒരാളാണോ രണ്ടുപേരാണോ നമ്മൾ തിരിച്ചറിയണ്ടേ? അത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഞാൻ ശ്രദ്ധിച്ചോണം, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ മൈ ഫാദർ ആൻഡ് മൈ ടീച്ചർ, മൈ ഫാദർ ആൻഡ് മൈ ടീച്ചർ ഡാഷ് റീച്ച്ഡ് ഹിയർ. ഇങ്ങനെയാണ് സെന്റൻസ് തന്നെന്നിരിക്കട്ടെ. മൈ ഫാദർ ആൻഡ് മൈ ടീച്ചർ ഡാഷ് റീച്ച്ഡ് ഹിയർ. ഇവിടെ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഇവിടെ എന്താ പ്രത്യേകത? ഈ മൈ എന്ന് പറയുന്ന ഡിറ്റർമിനർ രണ്ട് നൗണിന്റെ മുമ്പിലും വന്നില്ലേ? വന്നു. അപ്പൊ ഡിറ്റർമിനർ രണ്ട് നൗണിന്റെ മുമ്പിലും ഉണ്ടെങ്കിൽ അത് രണ്ടു പേരാ. ഇപ്പൊ ദ പോയറ്റ് ആൻഡ് ദ ആക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടു പേരാ. പറഞ്ഞു മനസ്സിലായോ? അതുപോലെ മൈ ഫാദർ ആൻഡ് മൈ ടീച്ചർ എത്ര പേരാ? രണ്ടു പേരാ. എങ്കിൽ ആൻസർ ഹാവ്. അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പം. ഇത് വ്യക്തികൾക്ക് മാത്രമല്ല, വസ്തുക്കൾക്കും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രോ, ഒന്നാണോ രണ്ടാണോ എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ. നേരെ മറിച്ച് എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ക്രോ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഡിറ്റർമിനർ രണ്ട് നൗണിന്റെ മുമ്പിലും ഉണ്ടെങ്കിൽ രണ്ടു പേര് അല്ലെങ്കിൽ രണ്ട് വസ്തു. നേരെ മറിച്ച് ഒരു നൗണിന്റെ മുമ്പിൽ, അത് ബിഗിനിങ്ങില, ഫസ്റ്റ് നൗണിന്റെ കൂടെ ആയിരിക്കും, എങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഒറ്റ റൂളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കാം. രണ്ടോ അതിലധികമോ നൗണുകളെയോ പ്രോനൗണുകളെയോ ആൻഡ് കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ നോർമലി ആ സബ്ജക്റ്റ് പ്ലൂറലാണ്, അതിൻ്റെ വേർബും പ്ലൂറലാണ്. എന്നാൽ അതിനകത്ത് എക്സെപ്ഷൻ ഉണ്ട്. ഒറ്റ ആശയത്തെയോ ഒറ്റ വസ്തുവിനെയോ ഒറ്റ വ്യക്തിയെയോ മാത്രമേ അത് ഡിനോട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ വേർബ് സിംഗുലർ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒന്നാമത്തെ റൂള്. ഓക്കെ, ദെൻ അടുത്ത ശ്രദ്ധിച്ചോ, രണ്ടാമത്തെ റൂളിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നോക്കേ. ബോത്ത് ഗീത ആൻഡ് മഞ്ജു ഡാഷ് അറ്റൻഡിങ് ദ സെമിനാർ. എന്താണ്? ബോത്ത് ഗീത ആൻഡ് മഞ്ജു ഡാഷ് അറ്റൻഡിങ് ദ സെമിനാർ. ഇവിടെ ഹാസ് ഉണ്ട്, ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ഹാവ് ഉണ്ട്. ഇവിടെ ഗീത എന്ന് പറയുന്ന നൗണും ഉണ്ട്, മഞ്ജു എന്ന് പറയുന്ന നൗണും ഉണ്ട്, ഉണ്ടല്ലോ. ഇവരെ കമ്പൈൻ ചെയ്തിരിക്കുന്ന ബോത്ത് ആൻഡ് കൊണ്ട്. ആരെ കൊണ്ടാ?
നമ്മൾ നേരത്തെ ആൻഡ് മാത്രമല്ലേ പഠിച്ചോളൂ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോത്ത് ആൻഡിന്റെ റൂളാണ്. ആരുടെ റൂളാണ്? ബോത്ത് ആൻഡ്. രണ്ട് നൗണുകളെ, രണ്ടിലധികം വരില്ല, ബോത്ത് ആൻഡ് ഒരു കോറിലേറ്റീവ് കൺജങ്ഷനാണ്, രണ്ടെണ്ണേ വരും. രണ്ട് നൗണുകളെയോ പ്രോനൗൺ അങ്ങനെ നോർമലി എടുക്കും. രണ്ട് നൗണുകളെ ബോത്ത് ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്തു. രണ്ട് നൗണുകളെ ബോത്ത് ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്തു. ഒരു സംശയം വേണ്ട, അതിൻ്റെ വേർബ് പ്ലൂറലാണ്. കാരണം ആ രണ്ടു പേരെയും എംഫസൈസ് ചെയ്യാനാണ് ബോത്ത് ആൻഡ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഗീത എന്ന് പറയുന്ന നൗണിനെയും മഞ്ജു രണ്ടുപേരെയും എംഫസൈസ് ചെയ്യാം. അതുകൊണ്ട് അതിൻ്റെ വേർബ് പ്ലൂറലായി, എക്സെപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഹാസും ഈസും എന്തായാലും വരില്ല. പിന്നെ ആരൊക്കെയുണ്ട്? ആറുണ്ട്, ഹാവ് ഉണ്ട്. ആറുണ്ട്, ഹാവ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് പ്ലൂറൽ വേണമെന്നുള്ള പിന്നെ സംശയം. അത് വളരെ എളുപ്പം. ഇവിടെ ഡാഷ് കഴിഞ്ഞ് ING ചേർത്ത ഒരു ഫോമല്ലേ തന്നിരിക്കുന്ന, അറ്റൻഡിങ് ING. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണേ. ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് ഫോം ഹാഡ് ആണല്ലോ. ഡയറക്റ്റ് INGയുടെ കൂടെ വരില്ല. ഹാസ്, ഹാവ്, ഹാഡ് ഡയറക്റ്റ് INGയുടെ കൂടെ ഒരിക്കലും വരില്ല. ബീൻ ഉണ്ടെങ്കിൽ എടുക്കാം, പക്ഷേ ഹാസും ഹാവ് ഹാഡും ഡയറക്റ്റ് INGയുടെ കൂടെ ഒരിക്കലും വരില്ല. ക്ലിയർ ആണോ? അപ്പം അതുപോലെ ഡു, ഡസ്, ഡിഡ്, ഡു, ഡസ്, ഡിഡ് ഇവരും ഡയറക്റ്റ് INGയുടെ കൂടെ വരില്ല. ഡയറക്റ്റ് എന്നല്ല, INGയുടെ കൂടെ വരത്തില്ല. ആരൊക്കെയാ? ഡു, ഡസ്, ഡിഡ് ആരുടെ കൂടെ വരത്തില്ല? INGയുടെ കൂടെ വരത്തില്ല. അപ്പൊ നോർമലി ING ഫോമിന്റെ കൂടെ ഡയറക്റ്റ് വരുന്നത് ആരൊക്കെയാ? ടു ബിയുടെ ഫോമാ. ആരാണ്? ടു ബിയുടെ ഫോമാണ് വരുന്നത്. ആരൊക്കെ ടു ബി? ഈസ്, ആറ്, ആം, വാസ്, വെയർ. അതിൻ്റെ കൂടെ നമുക്ക് ഡയറക്റ്റ് ആര് ചേർക്കാം? ING. ആരുടെ കൂടെയാണ്? ഈസ്, ആറ്, ആം, വാസ്, വെയർ. അതിൻ്റെ കൂടെ ഡയറക്റ്റ് ആരെ കൊടുക്കാം? ING കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഡയറക്റ്റ് ING അല്ലേ, അപ്പൊ ഹാവ് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കറക്റ്റ് ആൻസർ ആറാണ്. ആരാണ്? ആറ്. ക്ലിയർ ആണോ? അപ്പൊ ബോത്ത് ആൻഡിന്റെ റൂള് മറക്കണ്ട. രണ്ട് നൗണുകളെ ബോത്ത് ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്താൽ ആ സബ്ജക്റ്റ് പ്ലൂറലാണ്. അതിന്റെ വേർബും ആര് തന്നെയാ? പ്ലൂറൽ തന്നെയാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത റൂളിലോട്ട് പോവാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, വെൻ ടു നൗൺസ് ആർ കണക്റ്റഡ് ബൈ ബോത്ത് ആൻഡ് ദ വേർബ് വിൽ ബി പ്ലൂറൽ. മൂന്നാമത്തെ റൂൾ നോക്കിക്കോണം, ശ്രദ്ധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട റൂളാണ്. ചോദ്യം നോക്കേ. ദ മിനിസ്റ്റർ അലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ് ഡാഷ് കിൽഡ് ഇൻ ദ റൈറ്റ്. എന്താ ചോദ്യം? ദ മിനിസ്റ്റർ അലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ് ഡാഷ് കിൽഡ് ഇൻ ദ റൈറ്റ്. ഇവിടെ ഡസ് ഉണ്ട്, വാസ് ഉണ്ട്, ഡു ഉണ്ട്, വെയർ ഉണ്ട്. ഇവിടെയും രണ്ട് സിംഗുലറും ഉണ്ട്, രണ്ട് പ്ലൂറലും ഉണ്ട്. നമുക്ക് റൂള് നോക്കാം. ഇവിടെ മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്, അതുപോലെ തന്നെ ബോഡി ഗാർഡ്സ് ഉണ്ട്. മിനിസ്റ്റർ ഉണ്ട്, ബോഡി ഗാർഡ്സ് ഉണ്ട്. ഇവിടെ ആരെ വെച്ചാ കണക്ട് ചെയ്തിരിക്കുന്ന? എലോങ് വിത്ത്. ആരെ വെച്ചാ? എലോങ് വിത്ത്. ഒരു ഇമ്പോർട്ടൻ്റ് റൂളാ, പഠിച്ചോണം. രണ്ടോ അതിലധികമോ നൗണുകളെയോ പ്രോനൗണുകളെയോ, എങ്ങനെ? രണ്ടോ അതിലധികമോ നൗണുകളെയോ പ്രോനൗണുകളെയോ വിത്ത്, ഇവിടെ എഴുതിയിട്ടുണ്ട്. വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്. വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്. ആസ് വെൽ ആസ് മച്ച് ആസ് മച്ച് ആസ്. accompanied by, followed by, escorted by, in the company of. Accompanied by, followed by, escorted by, in the company of. Rather than, like, unlike, except, and not, and alla, and not. Besides, including, excluding, in addition to. കുറേ ടേംസ് ഉണ്ട്. When two or more nouns or pronouns are connected by, with, along with, together with, as well as much as, accompanied by, followed by, escorted by, in the company of, rather than, like, unlike, except, and not, besides, including, excluding, in addition to തുടങ്ങിയ ഏത് കൊണ്ട് കമ്പൈൻ ചെയ്താലും the verb must agree with the first noun or pronoun. ആദ്യം നിൽക്കുന്ന ആളുമായിട്ടാണ് verb യോജിക്കേണ്ടത്. The verb must agree with the first. ആദ്യം നിൽക്കുന്ന, അതായത് നമ്മൾ എഴുതിയ കണക്ടേഴ്സ് ഉണ്ടല്ലോ, അതിന് തൊട്ട് മുൻപിൽ നിൽക്കുന്ന ആള്, അതാണ് ഫസ്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ മിനിസ്റ്റർ അലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ്. അലോങ് വിത്തിന് മുമ്പിൽ മിനിസ്റ്റർ ആണല്ലോ.
മിനിസ്റ്റർ ഒരാളല്ലേ ഉള്ളൂ, അത് സിംഗുലറാ. സോ ദ വേർബ് വിൽ ബി സിംഗുലർ. അതിന്റെ വേർബും ആരായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആ പറഞ്ഞ ഏതുകൊണ്ട് കണക്ട് ചെയ്താലും ആദ്യം നിൽക്കുന്ന ആളുമായിട്ടാണ് വേർബ് യോജിക്കേണ്ടത്. ഇവിടെ ആദ്യം മിനിസ്റ്റർ ആണ്, മിനിസ്റ്റർ സിംഗുലർ ആണ്, അതുകൊണ്ട് വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഡു വെയർ എന്തായാലും വരില്ലല്ലോ. അതിനു മുമ്പ് ഡെസ് ഉണ്ട്, വോസ് ഉണ്ട്. ഡെസ് ഉണ്ട്, വോസ്. ഇവിടെ കിൽഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കിൽ എന്ന വേർബിന്റെ V3 ഫോം അല്ലേ കിൽഡ്? കിൽ എന്ന് പറയുന്ന വേർബിന്റെ V3 ഫോം അല്ലേ കിൽഡ്? ആണോ? ഒരു പോയിന്റ് മനസ്സിൽ വെച്ചോണം. ദാ ഡു, ഡസ്, ഡിഡ്. ആരൊക്കെ? ടു ഡുവിന്റെ ഫോം ഡു, ഡസ്, ഡിഡ് ഒരിക്കലും V3 ഫോമിന്റെ കൂടെ വരില്ല. ആരുടെ കൂടെ വരത്തില്ല? V3 ഫോമിന്റെ കൂടെ ഒരിക്കലും ഡുവോ ഡെസ്സോ ഡിഡോ വരില്ല. അപ്പൊ അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡെസ്സോ അങ്ങ് പോയി കിട്ടിയല്ലോ. പിന്നെ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ഏതാ? വാസ്. ഏതാ? വാസ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ റൂള് മറക്കണ്ട. രണ്ടോ അതിലധികമോ നൗണുകളെയോ പ്രോനൗണുകളെയോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതുകൊണ്ട് കണക്ട് ചെയ്താലും ദ വേർബ് മസ്റ്റ് എഗ്രി വിത്ത് ദ ഫസ്റ്റ്. ആദ്യം നിൽക്കുന്ന ആളുമായിട്ടാണ് യോജിക്കേണ്ടത്. ആണല്ലോ. അവിടെ ഒരു അഡീഷണൽ എക്സാമ്പിൾ ഉണ്ട്, നോക്കേ. ദി എലിഫന്റ് അൺലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ്. എങ്ങനെ? ദി എലിഫന്റ് അൺലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ് ഡാഷ് ഈറ്റ് ഫ്ലഷ് ആണല്ലോ. ഇപ്പൊ ഇവിടെ നോക്കേ, അൺലൈക്ക് ആണ് മെയിൻ കണക്ടർ. ആരാണ്? ശേഷം ഒരു ആൻഡ് ഉണ്ട്, നോക്കിയേ വേണ്ട. അൺലൈക്കിന് മുമ്പിൽ നിൽക്കുന്ന ആള്. ഇവിടെ അൺലൈക്കിന് മുമ്പിൽ എലിഫന്റ് അല്ലേ? എലിഫന്റ് ഒരാളല്ലേ ഉള്ളൂ, അത് സിംഗുലർ ആണല്ലോ. സോ ദ വേർബ് വിൽ ബി സിംഗുലർ. അപ്പൊ ഇവിടെ ഡോണ്ട് ആണോ ഡെസിന്റ് ആണോ എന്ന് വെച്ചാൽ ഉത്തരം ആരാ? ഡെസിന്റ്. ആരാണ്? ഡെസിന്റ്. ക്ലിയർ ആണോ? ഈ ഡു, ഡസ്, അതുപോലെ ഡിഡ് ഞാൻ നേരത്തെ പറഞ്ഞു INGയുടെ കൂടെ വരത്തില്ല, V3യുടെ കൂടെ വരത്തില്ല. ഡു, ഡസ്, ഡിഡ് ING ഫോമിന്റെ കൂടെ വരത്തില്ല, V3 ഫോമിന്റെ കൂടെ വരത്തില്ല. അപ്പം ഡു, ഡസ്, ഡിഡ് വരുന്നത് എപ്പോഴും ബേസ് ഫോം V1 ഫോമിന്റെ കൂടെ. ആരുടെ കൂടെയാ? ബേസ് ഫോമിന്റെ V1 ഫോമിന്റെ കൂടെയാണ് ആര് വരുന്നത്? ഡു, ഡസ്, ഡിഡ്. ഇവിടെ ഈറ്റ് എന്ന് പറയുന്നത് ഒരു ബേസ് ഫോം അല്ലേ? അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ആരെ എടുക്കാം? ഈ ഡു അല്ലെങ്കിൽ ഡസ് എടുക്കാം. എലിഫന്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം ഏതാ? ഡെസിന്റ്. ആരാണ്? ഡെസിന്റ്. പോയിന്റ് ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് റൂളാണ്, എക്സാമിന് റിപ്പീറ്റഡ് ആണ്, പഠിച്ചോ. ദെൻ അടുത്ത റൂള് നോക്കാം. ചോദ്യം നോക്കേ. നൈദർ ദ മാനേജർ നോർ ഹിസ് അസിസ്റ്റൻസ് ഡാഷ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ പ്രൊപ്പോസൽ. ചോദ്യം കണ്ടോ? നൈദർ ദ മാനേജർ നോർ ഹിസ് അസിസ്റ്റൻസ് ഡാഷ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ പ്രൊപ്പോസൽ. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ മാനേജർ ഉണ്ട്, അസിസ്റ്റൻസ് ഉണ്ട്. രണ്ട് നൗൺ ഉണ്ട്, രണ്ട് കാറ്റഗറി. ആരൊക്കെയുണ്ട്? മാനേജർ ഉണ്ട്, അസിസ്റ്റൻസ് ഉണ്ട്. ആരെ കൊണ്ടാ കമ്പൈൻ ചെയ്തിരിക്കുന്ന? നൈദർ നോർ. ആരെ കൊണ്ടാ കമ്പൈൻ ചെയ്തിരിക്കുന്ന? നൈദർ നോർ. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടോ അതിൽ അധികമോ നൗണുകളെയോ പ്രോനൗണുകളെയോ. എങ്ങനെ? രണ്ടോ അതിലധികമോ നൗണുകളെയോ പ്രോനൗണുകളെയോ അങ്ങനെ പറയുമ്പോഴും ശ്രദ്ധിക്കണം. ഇതിൽ ഐദർ ഓർ നൈദർ നോർ, ഐദർ ഓർ നൈദർ നോർ, നോട്ട് ബട്ട്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോട്ട് ബട്ട്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ അത് കോറിലേറ്റീവാ. രണ്ടെണ്ണേ പറ്റൂ. എത്രണ്ണേ പറ്റൂ? രണ്ടെണ്ണം. നേരെ മറിച്ച് ഓറും നോറും വരാം. ഇവിടെ ആര് വരാം? ഓറും നോറും, രണ്ടിൽ അധികവും വരാം. പിന്നെ എക്സാമിന് ചോദിക്കുമ്പോഴൊക്കെ രണ്ടെണ്ണമായിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് വെച്ചങ്ങ് പഠിക്കാം. എങ്ങനെ? രണ്ട് നൗണുകളെയോ പ്രോനൗണുകളെയോ, രണ്ട് നൗണുകളെയോ പ്രോനൗണുകളെയോ ഐദർ ഓർ, നൈദർ നോർ, ഓർ, നോർ, നോട്ട് ബട്ട്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ തുടങ്ങിയ ഏതുകൊണ്ട് കണക്ട് ചെയ്താലും വേർബിനോട് ചേർന്ന് നിൽക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ നോക്കണം. എവിടെ? The verb must agree with the noun or pronoun nearest to the verb. വേർബിനോട് ചേർന്ന്, വെർബിന് തൊട്ട് മുൻപിൽ നിൽക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ അത് നോക്കിയിട്ടാ വേർബ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? When two or more nouns or pronouns are connected by ആരൊക്കെ വരാം? either or, neither nor, or, nor, not but, not only but also തുടങ്ങിയ ഏതുകൊണ്ട് കമ്പൈൻ ചെയ്താലും വേർബിനോട് ചേർന്ന്. അപ്പൊ ഡാഷിലല്ലേ നമുക്ക് വേർബ് കൊടുക്കണ്ട, അതിന് തൊട്ട് മുൻപുള്ള ആ ഡാഷിന് തൊട്ട് മുൻപിൽ നിൽക്കുന്ന ആളെയല്ലേ നോക്കേണ്ടത്. ഇവിടെ ആരാ തന്നിരിക്കുന്നത്? അസിസ്റ്റൻസ്. ആരാ? അസിസ്റ്റൻസ്. നമുക്കറിയാം അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറല്ല,
അസിസ്റ്റന്റിന്റെ പ്ലൂറൽ അല്ലേ അസിസ്റ്റൻസ്, അതുകൊണ്ട് അതിന്റെ വേർബ് ആരായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ എന്തായാലും ഈസും ഹാസും വരില്ല. പിന്നെ ആറുണ്ട് ഹാവ് ഉണ്ട്, ആറുണ്ട് ഹാവ് ഉണ്ട്, രണ്ടും പ്ലൂറൽ ആണല്ലോ. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ഇവിടെ ഡാഷ് കഴിഞ്ഞ് വില്ലിംഗ് എന്ന് പറയുന്ന ഒരു ING ഫോം അല്ലേ. ING ഫോമിന്റെ കൂടെ ഡയറക്റ്റ് ഹാസോ ഹാവോ ഹാഡോ വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഹാവും വരില്ല. ഉത്തരം 6. ക്ലിയർ ആണോ? ING ഫോം ആയതുകൊണ്ടാണ് ഹാവ് പോയത്. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് മറക്കണ്ട. ഇപ്പൊ 2 നൗണുകളെയോ പ്രോനൗണുകളെയോ ആരൊക്കെയാണ്? ഐദർ ഓർ, നൈദർ നോർ, ഓർ നോർ, നോട്ട് ബട്ട്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പൊ ഇതിൽ ഏത് കൊണ്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും വേർബിന് തൊട്ട് മുൻപിൽ നിൽക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ നോക്കുക. ഇവിടെ തൊട്ട് മുമ്പിൽ അസിസ്റ്റൻസ് പ്ലൂറലാണ്, അതുകൊണ്ടാണ് നമ്മുടെ വേർബ് എന്തായത്? പ്ലൂറൽ ആയത്. ക്ലിയർ ആണോ? അപ്പോൾ ഉത്തരം 6 ആണ്. ഇനി ഹാവ് എന്ന പ്ലൂറൽ വരാഞ്ഞത് ഇവിടെ ഡയറക്റ്റ് ING കിടക്കുന്നുണ്ടാണ്. വില്ലിംഗ് ING ഫോമാണ്. അപ്പൊ ING ഫോമിന്റെ കൂടെ ആര് വരാറില്ല? നമുക്കറിയാലോ, ടു ഹാവിന്റെ ഫോം വരത്തില്ല, ഡയറക്റ്റ് വരത്തില്ല. ബീനുണ്ടായിരുന്നത് ചേർക്കായിരുന്നു. ഓക്കെ ആണോ? ഇവിടെ വേറെ എക്സാമ്പിൾ ഉണ്ട്. നൈദർ യു നോർ ഐ, നൈദർ യു നോർ ഐ ഡാഷ് ദെയർ. ക്ലിയർ ആണോ? നൈദർ യു നോർ ഐ ഡാഷ് ദെയർ. ഇവിടെ വേർബിന് തൊട്ട് മുൻപിൽ നിൽക്കുന്ന ഐ അല്ലേ? ഐ ആണല്ലോ. അപ്പൊ ഐക്ക് അനുസരിച്ചല്ലേ വേർബ് കൊടുക്കേണ്ടത്. ഇവിടെ വോസ് ഉണ്ട്, വേറുണ്ട്. ഐയുടെ കൂടെ ആരാ വരേണ്ടത്? വോസ് അല്ലേ. അപ്പൊ കറക്റ്റ് ആൻസർ വോസ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചു. നെക്സ്റ്റ്, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് റൂൾ, മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു റൂളാണ് അടുത്തത്. ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞ കാര്യം, നമ്മളൊരു 100 ക്വസ്റ്റ്യൻ എടുത്താൽ, കോൺകോഡിൻ്റെ മാത്രം ഒരു 100 ക്വസ്റ്റ്യൻ നമ്മൾ എടുത്താൽ അതിൽ 20 ക്വസ്റ്റ്യനോളവും ആ ഒരൊറ്റ റൂളായിരിക്കും. അത്രത്തോളം പ്രീവിയസ് ചെയ്ത് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. അത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു റൂളാണത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം. എവരി വൺ ഓഫ് ദി പ്ലെയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ചോദ്യം എന്താണ്? എവരി വൺ ഓഫ് ദി പ്ലെയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഇവിടെ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, വോസ് ഉണ്ട്, വേറുണ്ട്. എവരി വൺ ഓഫ് ദി പ്ലെയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, വോസ് ഉണ്ട്, വേറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എവരി വൺ ഓഫ് ദി പ്ലെയേഴ്സ് എന്ന, അതായത് എവരി വൺ ഓഫിന്റെ കൂടെ ഒരു പ്ലൂറൽ നൗൺ ആണ് ചേർത്തിരിക്കുന്നത്. പോയിന്റ് ശ്രദ്ധിക്കണം. എവരി വൺ ഓഫിന്റെ കൂടെ ഒരു പ്ലൂറൽ നൗൺ ആണ് ചേർത്തിരിക്കുന്നത് ആണല്ലോ. ഈ പറയുന്ന സാധനങ്ങൾ ശ്രദ്ധിച്ചോണം. വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ്, ദ നമ്പർ ഓഫ്, ദ വെറൈറ്റി ഓഫ്. പഠിച്ചോണം. എങ്ങനെ, ഏതൊക്കെയാ? ഒന്നും കൂടി. വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, ഐദർ ഓഫ്, neither of, each one of, every one of, the number of, the variety of. A number of അല്ല, അത് വേറെ റൂളാണ്. the number of, the variety of. ഒന്നും കൂടെ പറയാം. one of, not one of. അത് ഓർക്കാമല്ലോ. ഈ one of ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ either of, neither of. either or അല്ല, അത് കൺജങ്ഷൻ വേറെ പറഞ്ഞതാ. ഇത് ഡിറ്റർമിനസ്, നൗണിന്റെ മുമ്പിൽ വരുന്ന ഡിറ്റർമിനസ്. either of, neither of. അതുപോലെ ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ്. പിന്നെ ദ നമ്പർ ഓഫ്, ദ വെറൈറ്റി ഓഫ്. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ കൂടെ ഒരു നൗണോ പ്രോനൗണോ ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. ഒരു നൗണോ പ്രോനൗണോ ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കണം. ഓഫ് കണക്ട് ചെയ്യുന്ന കൊണ്ട്. ഇപ്പൊ വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഓഫ് കണക്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ വരുന്ന നൗണോ പ്രോനൗണോ ഉണ്ടെങ്കിൽ പ്ലൂറൽ ആയിരിക്കണം. പക്ഷേ അതിൻ്റെ വേർബ് സിംഗുലറാ. അതാണ് ആ റൂളിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. കണ്ടോ? ഒരു നൗണോ പ്രോനൗണോ ഉണ്ടെങ്കിൽ അതാരാണ്? പ്ലൂറൽ ആയിരിക്കണം. പക്ഷേ അതിൻ്റെ വേർബ് സിംഗുലറാ. അപ്പം അങ്ങനെ വരുമ്പോൾ എവരി വൺ ഓഫ് ദി പ്ലെയേഴ്സ്, ഒരിക്കലും എവരി വൺ ഓഫ് ദി പ്ലെയർ എന്ന് പറയത്തില്ല. എവരി വൺ ഓഫ് ദി പ്ലെയേഴ്സ്, പക്ഷെ വേർബ് സിംഗുലറാ. അപ്പം ഇവിടെ ഹാവും വേറും എന്തായാലും വരില്ലല്ലോ. ഇനി ഹാസ് ഉണ്ട്, വോസ് ഉണ്ട്, ഹാസ് ഉണ്ട്, വോസ് ഉണ്ട്. അതിലേതാണെന്നറിയണ്ടേ? ഇവിടെ ഒരു ഇൻവൈറ്റഡ് ഒരു V3 ഫോമല്ലേ കിടക്കുന്നത്. ഇൻവൈറ്റഡ് V3 ഫോമാണ്. തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചായിരുന്നു. ശ്രദ്ധിക്കണം. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 വരുന്നത് ആക്റ്റീവ് വോയിസിലാണ്. ഏത് വോയിസിലാണ്?
ആക്റ്റീവ് വോയിസിലാണ്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 വരുന്നത് ആക്റ്റീവ് വോയിസിലാണ്. അതേ സ്ഥാനത്ത് വാസ് ഓർ വെയർ പ്ലസ് V3 വരുന്നത് സിമ്പിൾ പാസിന്റെ പാസീവിലാണ്. സിമ്പിൾ പാസിന്റെ പാസീവ്. അപ്പൊ രണ്ട് വോയിസാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് ഹാസ് കൊടുക്കണമെങ്കിൽ സെന്റൻസ് ആക്റ്റീവിൽ നിൽക്കണം, വാസ് കൊടുക്കണമെങ്കിൽ സെന്റൻസ് പാസീവിലായിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാം? അതിന്റെ മീനിങ് ഒന്ന് എടുത്തേ. പ്ലെയേഴ്സിൽ ഓരോരുത്തരെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. പ്ലെയേഴ്സിൽ ഓരോരുത്തരെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. പ്ലെയേഴ്സ് ആണോ ക്ഷണിച്ചത്? അവർ ക്ഷണിക്കപ്പെടുകയാണോ ചെയ്തത്? അവർ ക്ഷണിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പം മറ്റാരോ ആണല്ലോ അവരെ ക്ഷണിച്ചത്. അപ്പം അത് ആക്റ്റീവ് അല്ല, പാസീവാ. ആണോ? പാസീവ് ആണെങ്കിൽ ഒറ്റ ഉത്തരം എടുക്കാൻ പറ്റൂ, വാസ്. അപ്പം എവരി വൺ ഓഫ് ദി പ്ലെയേഴ്സ് വാസ് ഇൻവൈറ്റഡ് ടു ദി പാർട്ടി. ക്ലിയർ ആണോ? അപ്പം ഇങ്ങനെ രണ്ട് സിംഗുലർ രണ്ട് പ്ലൂറലൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ രീതി നമ്മൾ നോക്കണം, വ്യക്തമായിട്ട് നോക്കിയിട്ടേ ഉത്തരം കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരാൾ ഇവിടെ ഹാസ് എഴുതി വെച്ചു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരാൾ ഹാസ് എഴുതി, അയാൾ വിചാരിച്ച എന്തായി, ശരിയായെന്ന് ചിന്തിച്ചു. പക്ഷെ എന്തായിരുന്നു? തെറ്റാ. കാരണം എന്താ? ആ സെന്റൻസ് പാസീവില. ആ സെന്റൻസ് പാസീവില. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ? അപ്പൊ അത് ക്ലിയർ ആയിട്ട് നോക്കിയില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഉത്തരം തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ റൂള് മറക്കണ്ട. വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ്, ദ നമ്പർ ഓഫ്, ദ വെറൈറ്റി ഓഫ്, ഇതെല്ലാം ഓഫ് ഉണ്ട്. ഇതിന്റെ കൂടെ വരുന്ന നൗൺ പ്ലൂറലാ, പക്ഷേ വെർബ് സിംഗുലറാ. അതാ നോക്കേ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഒരിക്കലും വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റൂ? വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. പക്ഷെ അതിന്റെ വേർബ് സിംഗുലർ ആയിരിക്കണം. അപ്പോൾ അവിടെ ഉത്തരം ഹാസ് ആണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് പാസ്ഡ് ദി എക്സാം എന്നാണ്. ക്ലിയർ ആണോ? എന്നാൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. സെന്റൻസ് കറക്ഷൻ ഒക്കെ വരുമ്പോൾ തെറ്റിപ്പോരുത്. ഇപ്പൊ നമ്മൾ ഈച്ച് ഓഫ്, ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ് ഒക്കെ പറഞ്ഞു. എന്നാൽ ഈച്ച് മാത്രം ഓഫ് ഇല്ല. ഈച്ച്, അതുപോലെ തന്നെ എവരി, ഐദർ, നൈദർ, വൺ ആരൊക്കെ എടുക്കുന്നു? ഈച്ച്, എവരി, ഐദർ, നൈദർ, വൺ. ഓഫ് ഇല്ല എങ്കിൽ അതിൻ്റെ നൗൺ സിംഗുലർ ആയിരിക്കണം. ഏത് നൗൺ ആയിരിക്കണം? സിംഗുലർ. വെർബിൽ ഒരു മാറ്റമല്ല, വെർബ് ആര് തന്നെയാ? സിംഗുലർ. ഈച്ചും എവരിയൊക്കെ സബ്ജക്റ്റ് ആയിട്ട് കണ്ടാൽ നിസ്സംശയം നമുക്ക് പറയാം അതിന്റെ വെർബ് സിംഗുലറാ. അതിന്റെ വെർബ് സിംഗുലറാ. അപ്പൊ നൗണിലാണ് വ്യത്യാസം. അപ്പൊ ഓഫ് ഇട്ട് തന്നപ്പം നൗൺ പ്ലൂറൽ തന്നു, പക്ഷെ ഇവിടെ ഓഫ് ഇല്ലാത്തപ്പോൾ നൗൺ ആരായി? സിംഗുലർ. എന്ന് വെച്ചാൽ ഈച്ച് ഗേൾസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ഈച്ച് ഗേൾ എന്നേ പറയത്തുള്ളൂ. ഈച്ച് എവരി സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല, എവരി സ്റ്റുഡന്റ് എന്നേ പറയത്തുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഈച്ച് ഗേൾ ഡാഷ് വെൽ, ഡാൻസ് ആണോ ഡാൻസസ് ആണോ? ഡാൻസസ്. വേർബ് സിംഗുലർ ആയിരിക്കുമല്ലോ, വേർബിൽ ചേഞ്ച് ഇല്ലല്ലോ. അപ്പൊ എന്താ നോക്കേ, എവരി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഡാഷ് ഈക്വൽ ബിഫോർ ലോ. എങ്ങനെ ചോദ്യം? എവരി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഡാഷ് ഈക്വൽ ബിഫോർ ലോ. അവിടെ ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ആം ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 നൗൺ ഉണ്ട്, മാൻ ഉണ്ട്, വുമൺ ഉണ്ട്, ചൈൽഡ് ഉണ്ട്. പക്ഷേ എവരി വെച്ചല്ലേ തന്നിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, ഈച്ചും എവരിയും ആൻഡ് കൊണ്ട് കണക്ട് ചെയ്താലും അതിന്റെ വേർബ് സിംഗുലർ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ആണ്. പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഈ റൂള് ഇത് മോസ്റ്റ് റിപ്പീറ്റഡാ. ഞാൻ ഒന്നും കൂടി പറയുന്ന ശ്രദ്ധിച്ചോണം. വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ്. അതിന്റെ കൂടെ ദ നമ്പർ ഓഫ്, ദ വെറൈറ്റി ഓഫ്. ദയാണ് എ അല്ല, ദ നമ്പർ ഓഫ്, ദ വെറൈറ്റി ഓഫ്. ഇതിന്റെ പ്രത്യേകത ഓഫ് ഇട്ടാ തന്നിരിക്കുന്ന. ഇതിന്റെ കൂടെ വരുന്ന നൗൺ പ്ലൂറലാ. ഇനി ഒരു പ്രോനൗൺ ഉണ്ടെങ്കിലും, ഉദാഹരണത്തിന് വൺ ഓഫ് അസ് എന്ന് പറയാം, അസ് പ്ലൂറലാ. വൺ ഓഫ് ദം എന്ന് പറയാം, ദം പ്ലൂറലാ. അപ്പൊ നൗണോ പ്രോനൗണോ ഉണ്ടെങ്കിൽ അത് പ്ലൂറലാ, ബട്ട് അതിന്റെ വേർബ് സിംഗുലറാ. ക്ലിയർ ആണോ? കാരണം ആ വേർബ് സിംഗുലർ ആവുന്നത് ആ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ ആരെ മാറ്റി? ഓഫ് മാറ്റി. ഈച്ച്, എവരി, ഐദർ, നൈദർ, വൺ ഒറ്റയ്ക്ക്. ഓഫ് ഇല്ല എങ്കിൽ സിംഗുലർ നൗൺ. ഏത് നൗണാ? സിംഗുലർ നൗൺ. ഒരു സംശയമില്ല, വേർബ് സിംഗുലർ തന്നെയാണ്. ഇനി ഈച്ചും എവരിയും ആൻഡ് കൊണ്ട് കണക്ട് ചെയ്താലും അതിന്റെ വേർബ് ആരാ? സിംഗുലറാ. പ്രത്യേകം മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് റൂളാണ്. അടുത്തൊരു ചോദ്യം നോക്കേ. ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് മണി ഡാഷ് ബീൻ സ്പെൻഡ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് റൂളാണ്. ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് മണി ഡാഷ് ബീൻ സ്പെൻഡ്. ഇവിടെ ഹാസ് ഉണ്ട്, ഈസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ആർ ഉണ്ട്. ഇവിടെ
ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് മണി. ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് ഒരു ഡിറ്റർമിനർ, അതിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന നൗൺ മണി. മണി എന്ന നൗണിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു അൺകൗണ്ടബിൾ നൗണാണ്. മണി ഏത് നൗണാ? കാരണം ഇംഗ്ലീഷിൽ നൗണിനെ നമ്മളെ കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കും. കൗണ്ടബിൾ നൗണുമുണ്ട്, അൺകൗണ്ടബിൾ നൗണുമുണ്ട്. എങ്ങനെ? കൗണ്ടബിൾ നൗണുമുണ്ട്, കൗണ്ടബിൾ നൗണുമുണ്ട്, അൺകൗണ്ടബിൾ നൗണുമുണ്ട്. കൗണ്ടബിൾ നൗണുമുണ്ട്, അൺകൗണ്ടബിൾ നൗണുമുണ്ട്. ഈ കൗണ്ടബിൾ നൗണിനെ കൗണ്ട് നൗൺസ് എന്ന് മാത്രം പറയാം. അൺകൗണ്ടബിൾ നൗണിനെ മാസ് നൗൺസ് എന്നും പറയും. അപ്പൊ കൗണ്ടബിൾ നൗൺസിനെ കൗണ്ട് നൗൺസ് എന്നും വിളിക്കാം, അൺകൗണ്ടബിൾ നൗൺസിനെ നമുക്ക് മാസ് നൗൺസ് എന്നും വിളിക്കാം. ക്ലിയർ ആണോ? ഈ കൗണ്ടബിൾ നൗൺസിന്റെ പ്രത്യേകത, നമ്മൾ എണ്ണാൻ കഴിയുന്ന എന്ന് വെച്ചാൽ നമ്മൾ എണ്ണി ഉപയോഗിക്കുന്ന നൗണുകളെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് സാധാരണ വിളിക്കുന്നത്. നമുക്ക് എണ്ണാൻ പറ്റുന്ന, എണ്ണി ഉപയോഗിക്കാൻ പറ്റുന്ന നൗണുകൾ. ഇപ്പൊ ബുക്ക്, പെന്ന്, അല്ലെ, ബോയ്, ഗേള്, ഇതൊക്കെ എന്തിൽപ്പെട്ടതാ? കൗണ്ടബിൾ നൗൺസ്. അവർക്ക് സിംഗുലർ ഫോമുമുണ്ട്, പ്ലൂറൽ ഫോമുമുണ്ട്. സിംഗുലർ ഫോമുമുണ്ട്, പ്ലൂറൽ ഫോമുമുണ്ട്. ഇപ്പൊ നമ്മൾ ബുക്ക് എന്നും പറയും, ബുക്സ്. ഒന്നേ ഉള്ളെങ്കിൽ ബുക്ക് എന്ന് പറയും, ഒന്നിലധികം ഉണ്ടെങ്കിൽ ബുക്സ് എന്ന് പറയും. അതുപോലെ പെൻ, പെൻസ്, ബോക്സ്, ബോക്സസ്. ഇപ്പം ബോയ്, ബോയ്സ്. ഇനി മാൻ ആണെങ്കിൽ മെൻ, വുമൺ ആണെങ്കിൽ വിമിൻ. അങ്ങനെ നമ്മൾ സിംഗുലർ, അത് പല രീതിയുണ്ട്, അത് പ്രത്യേകം ടോപ്പിക്കാണ്. അപ്പൊ അങ്ങനെ നമുക്ക് സിംഗുലർ പ്ലൂറൽ ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്, അത് എണ്ണാൻ പറ്റാത്ത, മീൻസ് നമുക്ക് എണ്ണി ഉപയോഗിക്കാൻ പറ്റാത്ത കാറ്റഗറിപ്പെട്ട നൗൺസ് ആണ്. അതാണ് മാസ് നൗൺസ്. ആ വാക്കിൽ തന്നെ ഉണ്ട് മാസ്, അളന്ന് തൂക്കുന്നത്. അത് എണ്ണി ഉപയോഗിക്കുന്നതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഷുഗർ, അതൊരു അൺകൗണ്ടബിൾ നൗണാ. ഓയിൽ, വാട്ടർ, മിൽക്ക്, റൈസ്, ഇതൊക്കെ ഏത് നൗണാ? അൺകൗണ്ടബിൾ നൗണാ. അൺകൗണ്ടബിൾ നൗണിനെ സത്യത്തിൽ സിംഗുലർ പ്ലൂറൽ എന്നങ്ങനെ തിരിക്കാറില്ല. അതിനൊരു ടേമേ ഉള്ളൂ, അത് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ നൗൺസ് നമ്മൾ കോൺകോഡ് എന്ന ടോപ്പിക്ക് പരിശോധിക്കുമ്പോൾ അൺകൗണ്ടബിൾ നൗൺസ് സബ്ജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിസ്സംശയം അതിൻ്റെ വേർബ് സിംഗുലറാണ്. കാരണം അത് ആ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. അൺകൗണ്ടബിൾ നൗൺസ് ഏതെങ്കിലും, ഉദാഹരണത്തിന് മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ, ഇത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നു, ഒരു സംശയം വേണ്ട, അത് സിംഗുലറാണ്. അപ്പം മിൽക്ക് ഈസ് വൈറ്റ് എന്നാണ് പറയുന്നത്, വാട്ടർ ഈസ് എസെൻഷ്യൽ ടു ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പം അൺകൗണ്ടബിൾ നൗൺസിന് നമുക്ക് ഒരിക്കലും എസ് ഓർ എസ് ഒന്നും ഉപയോഗിക്കില്ല. അപ്പം അൺകൗണ്ടബിൾ നൗൺസ് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ വേർബ് ആരായിരിക്കും? സിംഗുലറാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞത് നൗൺസിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കൗണ്ടബിൾ നൗൺസും ഉണ്ട്, അൺകൗണ്ടബിൾ നൗൺസും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇവിടെ കുറെ ഡിറ്റർമിനേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇപ്പം സം ഓഫ്, അതുപോലെ മോസ്റ്റ്, മോസ്റ്റ് ഓഫ്, ഇനഫ് ഓഫ്, നോട്ട് ഇനഫ് ഓഫ്, ഇനഫ് ഓഫ്, നോട്ട് ഇനഫ് ഓഫ്. അതുപോലെ പ്ലെൻറ്റി ഓഫ്, ലോട്ട്സ് ഓഫ്, എ ലോട്ട് ഓഫ്, എ ഗുഡ് ഓർ ഗ്രേറ്റ് ഡീൽ ഓഫ്. എ ഗുഡ് ഡീൽ ഓഫ് എന്നും പറയാം, എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്നും പറയാം. അതുപോലെ ദ ഗ്രേറ്റർ ഓർ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് എന്നും പറയാം, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് എന്നും പറയാം. അതുപോലെ ഓൾ ഓഫ്, ഹാഫ് ഓഫ്, 1/3 ഓഫ്, അല്ലെങ്കിൽ 2/3 ഓഫ്, അല്ലെങ്കിൽ 20% ഓഫ്, ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഒന്നും കൂടി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. സം ഓഫ്, മോസ്റ്റ് ഓഫ്, ഇനഫ് ഓഫ്, നോട്ട് ഇനഫ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, ലോട്ട്സ് ഓഫ്, എ ലോട്ട് ഓഫ്, എ ഗുഡ് ഓർ ഗ്രേറ്റ് ഡീൽ ഓഫ്, ദ ഗ്രേറ്റർ ഓർ ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ്, ഓൾ ഓഫ്, ഹാഫ് ഓഫ്, പിന്നെ 1/3 ഓഫ് അല്ലെങ്കിൽ 2/3 ഓഫ് എന്നൊക്കെ പറയാം, 10% ഓഫ് അല്ലെങ്കിൽ 20% ഓഫ്, അങ്ങനെയൊക്കെ പറയാം. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ കൂടെ ഒരു പ്ലൂറൽ നൗണാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ, അപ്പം നൗൺ നോക്കിയിട്ട് ചെയ്യാം. ഈ എഴുതിയിരിക്കുന്ന ഡിറ്റർമിനേഴ്സിൻ്റെ കൂടെ ഒരു പ്ലൂറൽ നൗൺ ആണെങ്കിൽ, ആരാണെങ്കിൽ ഒരു പ്ലൂറൽ നൗണാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വെർബും പ്ലൂറൽ ആയിരിക്കണം. പോയിന്റ്. കൂടെ ചേർത്തിരിക്കുന്ന നൗൺ പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ വെർബും ആരായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. നേരെ മറിച്ച് അൺകൗണ്ടബിൾ നൗണാണ് കൂടെ വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വേർബ് സിംഗുലർ ആയിരിക്കണം. അതിൻ്റെ വേർബ് സിംഗുലർ. മാറ്റം കണ്ടോ? രണ്ടെണ്ണത്തിന് നമ്മൾ ചേർത്തവിടെ. പ്ലൂറൽ നൗൺ, അതായത് കൗണ്ടബിൾ നൗണിനെയാണല്ലോ സിംഗുലർ പ്ലൂറൽ എന്ന് തിരിക്കുന്നത്. അപ്പം പ്ലൂറൽ നൗണും വന്നു, അൺകൗണ്ടബിൾ നൗണും വന്നു. പ്ലൂറൽ നൗൺ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിരിക്കണം, അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ വേർബ് ആരായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. എന്ന് വെച്ചാൽ സിംഗുലർ നൗൺ വരില്ല, സിംഗുലർ നൗൺ വേണ്ട. ഉദാഹരണത്തിന് സം ഓഫ് ദി ബോയ് എന്ന് ആരും പറയില്ല. പറയോ?
സം ഓഫ് ദി ബോയ്സ് എന്നല്ലേ പറയൂ. അപ്പം പ്ലൂറൽ. അപ്പം നൗൺ പ്ലൂറൽ ആണെങ്കിൽ വെർബ് ആരാ? പ്ലൂറൽ. അപ്പൊ സം ഓഫ് ദി ബോയ്സ് ആർ പ്ലേയിങ് ഔട്ട്സൈഡ് എന്ന് പറയാം. എങ്ങനെ പറയാം? സം ഓഫ് ദി ബോയ് എന്ന് പറയത്തില്ല, സം ഓഫ് ദി ബോയ്സ്. ഇവിടെ ബോയ്സ് പ്ലൂറൽ അല്ലേ, അപ്പൊ വെർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ആർ പ്ലേയിങ് എന്നല്ലേ പറയാൻ പറ്റൂ. അപ്പൊ സം ഓഫ് ദി ബോയ്സ് ആർ പ്ലേയിങ്, സം ഓഫ് ദി ബോയ്സ് ആർ പ്ലേയിങ്. ക്ലിയർ ആണോ? മോസ്റ്റ് ഓഫ് ദി ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല, മോസ്റ്റ് ഓഫ് ദി ടീച്ചേഴ്സ്. അപ്പം പ്ലൂറൽ നൗൺ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. ഈ ചോദ്യം നോക്കേ, എ ലോട്ട് ഓഫ് പാസഞ്ചേഴ്സ്. ഇവിടെ ലോട്ട് ഓഫിന്റെ കൂടെ പാസഞ്ചേഴ്സ് ആണ്. പാസഞ്ചേഴ്സ് ഒരു പ്ലൂറൽ നൗണാ, പാസഞ്ചേഴ്സ് ഒരു പ്ലൂറൽ നൗണാ, എങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പം ഡു നോട്ട് ആണോ ഡസ് നോട്ട് ആണോ? ഡു നോട്ട്. എ ലോട്ട് ഓഫ് പാസഞ്ചേഴ്സ് ഡു നോട്ട് ഗെറ്റ് ദ ടിക്കറ്റ് എന്ന്. ക്ലിയർ ആണോ? ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് മണി, മണി ഏത് നൗണാ? അൺകൗണ്ടബിൾ നൗണാ. മണി ഏത് നൗണാ? അൺകൗണ്ടബിൾ നൗണാ. അപ്പൊ ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫിന്റെ കൂടെ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അതിന്റെ വേർബ് സിംഗുലറാ. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഹാസും ഈസും സിംഗുലറാ, ഹാവും ആറും എന്തായാലും വരില്ലല്ലോ. ഹാസും ഉണ്ട് ഈസും ഉണ്ട്. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഒരു ബീൻ കിടക്കുന്നുണ്ടല്ലോ, നമ്മൾ എപ്പോഴും പഠിച്ചു വെച്ചോ, ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ആണല്ലോ, ഇതിന്റെ കൂടെ ബീൻ വരുത്തോളൂ. ഹാസോ ഹാവോ ഹാഡിന്റെ കൂടെ ആരെ ചേർക്കാൻ പറ്റൂ? ബീൻ ചേർക്കാൻ പറ്റൂ. ഈസ് ടു ബിയുടെ ഫോമിന്റെ കൂടെ ബീൻ വരത്തില്ല. അപ്പൊ ഹാസ് ഹാവ് ഹാഡിന്റെ കൂടെ അല്ലേ ബീൻ വരൂ. അപ്പൊ ഒറ്റ ആൻസറുള്ള ഏതാ? ഹാസ്. അപ്പൊ ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് മണി ഹാസ് ബീൻ സ്പെൻഡ്, ഹാസ് ബീൻ സ്പെൻഡ്. അപ്പൊ ആ നമ്മൾ പറഞ്ഞ ഡിറ്റർമിനേഴ്സ് മറക്കരുത്. അതിന്റെ കൂടെ പ്ലൂറൽ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വേർബ്, അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ഇപ്പൊ പ്ലെന്റി ഓഫ് മിൽക്ക് എന്ന് പറയുന്ന മിൽക്ക് ഏത് നൗണാ? അൺകൗണ്ടബിൾ നൗണാ, വേർബ് സിംഗുലർ, വേർബ് സിംഗുലർ. ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് 6 റൂൾസ്, 6 റൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പറഞ്ഞ റൂൾസ് എല്ലാം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഇത് അറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മതി. എപ്പോഴും ഓരോ ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് അത് ആ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ടിൽ ദ എക്സാം വരെയും നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നമ്മൾ മറക്കില്ല, മറ്റൊന്ന് വിതിൻ സെക്കൻഡ് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് ടൈം എടുക്കാതെ തന്നെ ചോദ്യം വായിച്ച് ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ബാക്കി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.